കോടീശ്വരിയായ ഇവളുടെ സുഹൃത്തുക്കളുടെ പല്ല് അസ്വാഭാവികമായി തിളങ്ങുന്നത് കണ്ടെങ്കിലും ഇവൾ അത് കാര്യമാക്കിയില്ല. പക്ഷേ അയാൾ പെട്ടെന്ന് നിലത്ത് വീണു മരിച്ചു. പണക്കാരെ മാത്രം ലക്ഷ്യമിടുന്ന അസാധാരണമായി തിളങ്ങുന്ന വെളുത്ത പല്ലുകൾ ആദ്യ ലക്ഷണമായ ഒരു മാരക വൈറസ് പടരുന്ന ഭാവികാലമായിരുന്നു അത്. പിന്നാലെ ശരീരം വളഞ്ഞ് കഠിനമായ വേദനയോടെ മരണം സംഭവിക്കും. ഒരു ദിവസം ലേലത്തിന് പോകും വഴിയാണ് ഫോബ്സ് പട്ടികയിലെ ആദ്യ 10 പണക്കാരും ദുരൂഹമായി മരിച്ച വിവരം അന്ന അറിയുന്നത്. അതവൾ കാര്യമാക്കാതെ ഫ്രഞ്ച് രാജകുടുംബത്തിന്റെ അപൂർവമായ ഒരു ചിത്രം ലേലത്തിൽ പിടിക്കാൻ പോയി. $5 മില്യൺ തുടങ്ങിയ വിളി ഒറ്റയടിക്ക് 50 മില്യണിലേക്ക് ഉയർത്തി അന്ന അത് സ്വന്തമാക്കി. വൈൻ ഗ്ലാസുമേന്തി വിജയം ആഘോഷിക്കുമ്പോഴാണ് തിളങ്ങുന്ന വെളുത്ത പല്ലുകളുള്ള ഒരാൾ നിലവിളിച്ച് ശരീരം കോടി മരിക്കുന്നത് അവൾ കണ്ടത്. അധികം വൈകാതെ മണി ഫ്ലൂ എന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള വാർത്തകൾ ലോകമെമ്പാടും പരന്നു. പണം കൂടുന്തോറും മരണസാധ്യതയും കൂടും. പരിഭ്രാന്തിയിലായ അന്ന സെക്രട്ടറി വിളിച്ചപ്പോൾ അറിഞ്ഞത് സ്വന്തം കമ്പനിയുടെ ഓഹരി വില 5 ഇരട്ടിയായി ഉയർന്നുവെന്നാണ്. പേടിച്ചരണ്ട് വീട്ടിലെത്തി കണ്ണാടിയിൽ പല്ലുകൾ പരിശോധിച്ചപ്പോൾ ഭാഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ തൊട്ടുപിന്നാലെ ഉയർന്ന അപകടസാധ്യതയുള്ള അന്നയെ ക്വാറന്റൈനിലേക്ക് മാറ്റാൻ പട്ടാളം വാതിലിൽ മുട്ടി. അനുസരിക്കുന്നതായി നടിച്ച് അന്ന ബാഗുമെടുത്ത് ജനലിലൂടെ രക്ഷപ്പെട്ടു. കാമുകനെ വിളിച്ച് പ്രൈവറ്റ് ജെറ്റ് റെഡിയാക്കാൻ പറഞ്ഞ ശേഷം വിമാനത്താവളത്തിലെത്തിയ അവൾ വമ്പന്മാർ ലക്ഷറി കാറുകൾ ഉപേക്ഷിച്ച് നാടുവിടാൻ ഓടുന്നത് കണ്ടു. കാമുകന്റെ സ്വാധീനത്താൽ അവർ വിമാനത്തിൽ കയറി. വിമാനമുയർന്നപ്പോൾ അന്ന താഴേക്ക് നോക്കി. പട്ടാളം നഗരം മുഴുവൻ അടച്ചുപൂട്ടിയിരുന്നു. രക്ഷപ്പെടാൻ കഴിയാത്തവരെല്ലാം അവിടെ കുടുങ്ങി.